വിശദമായ വാർത്തകളിലേക്ക്. സഹകരണ ബാങ്ക് പ്രതിസന്ധിയിൽ പരിഹാരം കാണാൻ കേരളത്തിൽ നിന്ന് സർവകക്ഷി സംഘം ദില്ലിക്ക് പോകും. സംഘം പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും കാണും. തിരുവനന്തപുരത്ത് ചേർന്ന സർവകക്ഷി യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. യോഗത്തിൽ നിന്ന് BJP ഇറങ്ങിപ്പോയി. സഹകരണ മേഖലയിലെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. പുതിയ സാഹചര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നു വന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യോഗത്തിലെ പൊതുവികാരത്തോട് BJP യോജിച്ചില്ലെന്നും RBI നിയന്ത്രണത്തിൽ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കണമെന്ന BJPയുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും സർവകക്ഷി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേരളത്തിലെ സഹകരണ മേഖല ഇതിനെ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. സഹകരണ മേഖലക്ക് ഇവിടെ തുറന്നും പ്രവർത്തിക്കാനാവണം. അതിനാവശ്യമായ സാഹചര്യം ഒരുക്കിക്കിട്ടണം. നാളെ നിയമസഭയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത് പൊതുവായി വന്ന വികാരം ഒന്നിച്ച് നമുക്ക് ഈ കാര്യത്തിൽ നീങ്ങാനാവണമെന്നുള്ളതാണ്. ഒരു അഖിലകക്ഷി നിവേദക സംഘം ഡൽഹിയിലേക്ക് പോകണം എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത UDF കക്ഷി നേതാക്കളെല്ലാം സർക്കാരിന്റെ നിലപാടുകളോട് യോജിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ BJP നിലപാട് നിർഭാഗ്യകരമായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. BJP എടുത്ത നിലപാട് തികച്ചും ദൗർഭാഗ്യകരമാണ്. കേരളത്തിലെ സഹകരണ മേഖലയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനു വേണ്ടി ശബ്ദമുയർത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അഖിലകക്ഷി നിവേദക സംഘം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗ തീരുമാനങ്ങളനുസരിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സുനിൽ അരിമാനൂർ, തിരുവനന്തപുരം. സഹകരണ ബാങ്ക് സമരവിഷയത്തിൽ UDFൽ പൊട്ടിത്തെറി. LDFുമായി യോജിച്ച് പ്രക്ഷോഭത്തിനിറങ്ങണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും UDF യോഗത്തിൽ നിലപാടെടുത്തു. LDFുമായി യോജിച്ച് പ്രക്ഷോഭത്തിനിറങ്ങാൻ UDFൽ ധാരണയെന്ന് ചെന്നിത്തല യോഗശേഷം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സംയുക്ത സമരമെന്ന പൊതുധാരണയെ തള്ളി സുധീരൻ രംഗത്ത് വന്നു. LDFുമായി ഒരുമിച്ച് സമരം വേണ്ടെന്ന KPCC അധ്യക്ഷൻ VM സുധീരന്റെ നിലപാടിനെ രാവിലെ ചേർന്ന UDF യോഗം തള്ളിയിരുന്നു. സുധീരന്റെ നിലപാടിനെ യോഗത്തിൽ മുസ്ലിം ലീഗ് വിമർശിച്ചു. KPCC അധ്യക്ഷൻ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നായിരുന്നു വിമർശനം. ഒരുമിച്ച് സമരമെന്ന തീരുമാനം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ അറിയിച്ചു. അഖിലകക്ഷി നിവേദക സംഘം ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെ കണ്ട ശേഷവും പരിഹാരമുണ്ടാകുന്നില്ല എങ്കിൽ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. LDFുമായി ഒരുമിച്ച് സമരമെന്നാണോ ഉദ്ദേശിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി. അല്ല, ഇത് രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത ആരാന്ന് ചോദിക്കുന്നത് എന്തിനാ? ഇതിനു പിന്നാലെയാണ് സംയുക്ത സമരം തീരുമാനിച്ചിട്ടില്ലെന്ന പരസ്യ പ്രതികരണവുമായി സുധീരൻ രംഗത്തെത്തിയത്. മറ്റു രീതിയിൽ വന്നു എന്നോ ഒരു തരത്തിലുള്ള വാർത്തകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറഞ്ഞതിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചോളൂ. സുധീരന്റെ പ്രതികരണത്തിൽ ഘടകകക്ഷി നേതാക്കൾ അസ്വസ്ഥരാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹകരണ സമര വിഷയത്തിൽ VM സുധീരന്റെ നിലപാടുകൾക്കെതിരെ ഒരു വിഭാഗം നേതാക്കളുടെ പരാതി ഹൈക്കമാൻഡിന്. സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് K മുരളീധരൻ രംഗത്തെത്തി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് VD സതീശൻ UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പാർട്ടിയിൽ അച്ചടക്കം പാലിക്കാൻ രാഷ്ട്രീയകാര്യ സമിതി ഹൈക്കമാൻഡ് നിയോഗിച്ചതിനു ശേഷവും സംസ്ഥാന നേതൃത്വത്തിൽ ചർച്ചകളില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. സഹകരണ ബാങ്കുകളുടെ പ്രതിസന്ധിയിൽ ചർച്ച നടക്കാത്തതിൽ രൂക്ഷ വിമർശനമുയർത്തി K മുരളീധരൻ രംഗത്തെത്തി. സമരത്തിനോട് യോജിപ്പുണ്ടെങ്കിലും അതേത് രീതിയിൽ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഹൈപ്പവർ കമ്മിറ്റി ചർച്ച ചെയ്യണം. ഒരിക്കലും UDFൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ KPCC നേതൃത്വം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത്രയും വിഷയം വന്നിട്ട് ഹൈപ്പവർ കമ്മിറ്റി കൂടിയിരുന്നില്ല. അത് കൂടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പരസ്യമായിട്ട് അഭിപ്രായം പറയേണ്ടി വരില്ലായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. ഇനി ഹൈപ്പവർ കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് മാത്രമേ പാർട്ടിയുടെ നയം തീരുമാനിക്കാൻ പാടുള്ളൂ. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് VD സതീശൻ UDFൽ നിന്ന് വിട്ടുനിന്നു. ഹൈക്കമാൻഡിനെ പരാതി അറിയിക്കാൻ മുരളീധരൻ മറ്റന്നാൾ ദില്ലിക്ക് പോകും. MR സജേഷ്, തിരുവനന്തപുരം. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ LDFന്റെ രാപ്പകൽ സമരം. നവംബർ 24-ന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് സത്യഗ്രഹ സമരം നടത്തുക. LDF കൺവീനർ വൈക്കം വിശ്വനാണ് ഇക്കാര്യം അറിയിച്ചത്. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കില്ലെന്ന് ഭയപ്പെട്ട ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. പമ്പാവാലി കാളകെട്ടി കരിവിളയിൽ പുത്തൻവീട്ടിൽ ഓമനക്കുട്ടപ്പിള്ളയാണ് ജീവനൊടുക്കിയത്. കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ 8 വർഷക്കാലം ജോലി ചെയ്ത ഓമനക്കുട്ടൻ പിള്ളയ്ക്ക് ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ 5 ലക്ഷം രൂപ ലഭിച്ചിരുന്നു.
ഇതിൽ നിന്നും 4.5 ലക്ഷം രൂപ ഇദ്ദേഹം കണമല സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു. നോട്ട് പ്രതിസന്ധി നേരിടുന്ന നിലവിലെ സാഹചര്യത്തിൽ തന്റെ പണം പിൻവലിക്കാനായി ഓമനക്കുട്ടൻപിള്ള പലതവണ ബാങ്കിൽ കയറിയിറങ്ങിയെങ്കിലും വലിയ തുക പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം സംബന്ധിച്ച് ബാങ്ക് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന ഓമനക്കുട്ടൻപിള്ള വീട്ടിലെത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഭാര്യയും മകനും മരുമകളും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം. എരുമേലി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊല്ലത്ത് പണമെടുക്കാൻ ATMന് മുന്നിൽ ക്യൂ നിന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. കൊല്ലം ഇളവൂർ സ്വദേശി ചന്ദ്രശേഖരനാണ് മരിച്ചത്. നല്ലില SBT ബ്രാഞ്ചിന് മുന്നിലാണ് കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വാർത്തകൾ തുടരുന്നു. നോട്ട് പിൻവലിക്കലിന് എതിരെ വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികൾ സുപ്രീം കോടതി നേരിട്ട് പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി പരിഗണിക്കാത്ത പക്ഷം ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ മാത്രമായി എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കണമെന്നുമാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രം നൽകിയ ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. നേരത്തെ നോട്ട് പിൻവലിക്കലിന് എതിരായ ഹർജികൾ റദ്ദാക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു. അതേസമയം 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പൊതു താൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ദിവസത്തിൽ 2500 രൂപ മാത്രം ATMൽ നിന്ന് പിൻവലിക്കാനാകൂ എന്ന ഉത്തരവിൽ ഉടൻ മാറ്റമുണ്ടാകില്ലെന്ന് RBI. ATM പുനഃക്രമീകരണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അതേസമയം കർഷകർക്ക് വിത്ത് വാങ്ങാൻ പഴയ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഓവർഡ്രാഫ്റ്റ്, ക്രെഡിറ്റ്, കറന്റ് അക്കൗണ്ടുകളിൽ നിന്ന് ആഴ്ചയിൽ 50,000 രൂപ പിൻവലിക്കാമെന്ന് RBI ഉത്തരവിറക്കി. രാജ്യത്തെ 2.5 ലക്ഷത്തോളമുള്ള ATMകളിൽ പുതിയ നോട്ടുകളുടെ പുനഃക്രമീകരണം പൂർത്തിയായി വരികയാണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചത്. സാങ്കേതിക ക്രമീകരണം പൂർത്തിയായ ATMകളിൽ നിന്ന് ദിവസേന 2500 രൂപ വരെ പിൻവലിക്കാം. പുനഃക്രമീകരണം നടത്താത്ത ATMകളിൽ നിന്ന് 2000 രൂപ മാത്രമേ പിൻവലിക്കാനാകൂ. ഈ നിയന്ത്രണത്തിൽ ഉടൻ മാറ്റമുണ്ടാകില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. അതേസമയം ഓവർഡ്രാഫ്റ്റ്, ക്യാഷ്, ക്രെഡിറ്റ്, കറന്റ് അക്കൗണ്ടുകളിൽ നിന്ന് ആഴ്ചയിൽ 50,000 രൂപ വരെ പിൻവലിക്കാമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. 3 മാസമെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുള്ള അക്കൗണ്ടുകൾക്കാണ് ഈ ഇളവ് ബാധകമാകുക. ചെറുകിട ബിസിനസ്സുകാർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് ധനമന്ത്രാലയവും അഭിപ്രായപ്പെട്ടു. കേന്ദ്ര, സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങാൻ കർഷകർക്ക് അസാധുവായ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാമെന്ന് ധനമന്ത്രാലയവും അറിയിച്ചു. നേരത്തെ കാർഷിക വായ്പ ലഭിച്ച കർഷകർക്ക് വായ്പാ തുകയിൽ നിന്ന് ആഴ്ചയിൽ 25,000 രൂപ പിൻവലിക്കാൻ അനുവാദം നൽകിയിരുന്നു. ബാങ്കുകളിൽ നേരിട്ടെത്തി പണം മാറുന്നതിനുള്ള തിരക്കിന് ചെറിയ കുറവുണ്ടായിരുന്നെങ്കിലും ATMകൾക്ക് മുന്നിലെ കഷ്ടതകൾക്ക് രാജ്യത്ത് യാതൊരു കുറവുമില്ലായിരുന്നു. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. തലശ്ശേരിയിൽ NDF പ്രവർത്തകൻ ഫസലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. താൻ ഉൾപ്പെടുന്ന RSS പ്രവർത്തകരാണ് ഫസലിനെ കൊലപ്പെടുത്തിയതെന്ന് പടുവിലായി മോഹനൻ വധക്കേസിലെ പ്രതി സുബീഷ് പോലീസിന് മൊഴി നൽകി. കേസിൽ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാണെന്ന് CBI കണ്ടെത്തിയ കേസിലാണ് നിർണായക വഴിത്തിരിവ്. NDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക വഴിത്തിരിവാവുകയാണ് RSS പ്രവർത്തകൻ പോലീസിന് മുൻപാകെ നൽകിയ മൊഴി. ഫസൽ വധത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്നും ഇരിങ്ങാലക്കുട സ്വദേശിയായ RSS പ്രവർത്തകനും RSS നേതാക്കൾ ശശിയും മനോജും താനും ഉൾപ്പെടെയാണ് ഫസൽ വധത്തിന് പിന്നിലെന്നുമാണ് മൊഴി. CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനനെ വെട്ടിക്കൊന്ന കേസിൽ പോലീസ് പിടിയിലായ കുപ്പി സുബീഷ് എന്നറിയപ്പെടുന്ന സുബീഷിനെ CI വേണുഗോപാലും സംഘവും ചോദ്യം ചെയ്തപ്പോഴാണ് ഫസൽ വധക്കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളും സുബീഷ് പുറത്തുവിട്ടത്. SP സഞ്ജയ് ഗുരുഡിൻ മൊഴി സംബന്ധിച്ച ദൃശ്യങ്ങളും ശബ്ദരേഖകളും DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറി. 2006 ഒക്ടോബർ 22 പെരുന്നാൾ തലേന്നാണ് NDF പ്രവർത്തകൻ ഫസൽ കൊല്ലപ്പെട്ടത്. ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്നായിരുന്നു അന്ന് NDF നേതാക്കൾ ആശുപത്രിയിൽ പ്രഖ്യാപിച്ചതും. എന്നാൽ പിന്നീട് NDF CPIMന് നേരെ ആരോപണമുയർത്തി. കേസന്വേഷണം നടത്തിയവരും പിന്നീട് CBIയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് CBI CPIM തലശ്ശേരി ഏരിയ സെക്രട്ടറി കാരായി രാജനെയും CPIM നേതാവ് കാരായി ചന്ദ്രശേഖരനെയും കേസിൽ പ്രതി ചേർത്ത് ജയിലിലടച്ചു. പിന്നീട് ഫസലിന്റെ സഹോദരനും ബന്ധുക്കളും കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് പറയുകയുണ്ടായി. കേസിൽ എറണാകുളം ജില്ലയിൽ ജാമ്യത്തിൽ കഴിയുകയാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. ഇപ്പോൾ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെ CPIMനെ തകർക്കാൻ ഉശിരരായ സഖാക്കളെ ജയിലിലടക്കുകയാണെന്ന CPIM ആരോപണം ശരിവെക്കുകയാണ് RSS പ്രവർത്തകന്റെ മൊഴി. ഒപ്പം കേസിൽ പുതിയ വഴിത്തിരിവുമാവുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി സ്റ്റേ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഡിസംബർ 1 ഉമ്മൻചാണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരായി തെളിവുകൾ നൽകണമെന്നും കോടതി പറഞ്ഞു. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട വ്യവസായിയായ MK കുരുവിളയിൽ നിന്ന് പണം തട്ടിയ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 1,61,00,000 രൂപ കുരുവിളയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന്
ഒക്ടോബർ 24-ന് ബംഗളൂരു അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. തന്റെ വാദം കേൾക്കാതെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചതെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വാദം. എന്നാൽ വിധി സ്റ്റേ ചെയ്യണമെന്ന ഉമ്മൻചാണ്ടിയുടെ അഭ്യർത്ഥന കോടതി തള്ളി. വിധി നടപ്പിലാക്കാൻ ജനുവരി 26 വരെ സമയമുള്ളതിനാൽ ഇപ്പോൾ സ്റ്റേ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ഡിസംബർ 1-ന് ഉമ്മൻചാണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരാകണം. എന്തുകൊണ്ടാണ് വിചാരണാ വേളയിൽ കോടതിയിൽ ഹാജരാവാതിരുന്നതെന്ന് വിശദീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. തനിക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പായതായി അന്യായക്കാരൻ MK കുരുവിള പറഞ്ഞു. എനിക്ക് ഏതായാലും കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഉമ്മൻചാണ്ടി ആ വിധി സ്റ്റേ ചെയ്യണമെന്ന് കൊടുത്ത അപ്ലിക്കേഷൻ ഇന്ന് ഡിസ്മിസ് ചെയ്തു. കേസിൽ സ്റ്റേ ലഭിച്ചാൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാമെന്ന ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടലുകളാണ് ഇതോടെ തെറ്റിയത്. ന്യൂസ് ഡെസ്ക്. തിരികെ വാർത്തകളിലേക്ക്. കണ്ണൂരിൽ അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോംബ് നിർമ്മാണവും ആയുധശേഖരണവും തടയാൻ ശക്തമായ നടപടിയെടുക്കുമെന്നും സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതികളെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കാനും പ്രാദേശിക പ്രശ്നങ്ങൾ പ്രാദേശികമായി തന്നെ പരിഹരിക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായി. കണ്ണൂരിൽ അക്രമങ്ങൾ അവസാനിപ്പിച്ച് ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. അക്രമകാരികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് യോഗശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് കുറ്റവാളികൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തമാക്കണം. ആയുധ നിർമ്മാണവും ബോംബ് നിർമ്മാണവും കണ്ടെത്താനുള്ള കൂടുതൽ തീവ്രമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കുന്ന നില ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് എല്ലാ കക്ഷികളും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും ആരാധനാലയങ്ങൾ ചിലർ കൈയടക്കി വെക്കുന്ന അവസ്ഥ മാറണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടർന്നും ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചർച്ച നടത്താൻ പ്രാദേശികാടിസ്ഥാനത്തിൽ സംവിധാനമൊരുക്കാനും യോഗത്തിൽ ധാരണയായി. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം ഉൾക്കൊള്ളാതെ പ്രവർത്തകർ അക്രമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ പാർട്ടികൾ തള്ളിപ്പറയാനും സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇതോടെ കണ്ണൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് അവസാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, KK ശൈലജ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കൊച്ചി ഇരുമ്പനം IOC പ്ലാന്റിലെ ടാങ്കർ ലോറി സമരം തുടരുന്നു. മന്ത്രിതല തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുന്ന മാനേജ്മെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും പണിമുടക്കുന്നത്. പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്തെ 11 ജില്ലകളിലേക്കുള്ള ഇന്ധന നീക്കം നിലച്ചു. അതേസമയം IOC ഡീലർമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് HP, BPCL പമ്പുടമകളും നാളെ മുതൽ ഇന്ധനം വാങ്ങുന്നത് നിർത്തിവെക്കുമെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികളിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ടാങ്കർ തൊഴിലാളി യൂണിയനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ മാസം സമരം ചെയ്തിരുന്നു. മന്ത്രിതല മധ്യസ്ഥ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ 3 വരെ തൽസ്ഥിതി തുടരാനാണ് അന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിന് വിരുദ്ധമായി കമ്പനി മാനേജ്മെന്റ് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ഡീലർമാരുടെ ഉടമസ്ഥതയിലുള്ള 40ഓളം ടാങ്കറുകളാണ് ഇരുമ്പനം പ്ലാന്റിൽ നിന്ന് ലോഡുമായി പോയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കരാർ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും സമരം തുടങ്ങിയത്. ടാങ്കർ ലോറികളുടെ സമരത്തെ തുടർന്ന് സംസ്ഥാനത്തെ 11 ജില്ലകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടു. ഇന്ധനം ലഭിക്കാത്തതിനാൽ പമ്പുകൾ അടച്ചിടേണ്ട സാഹചര്യമാണെന്ന് AKPT പ്രസിഡന്റ് തോമസ് വൈദ്യൻ പറഞ്ഞു. 3 ഓയിൽ കമ്പനികളുടെ ഡീലർമാരുടെ സംഘടന എന്നുള്ള നിലയ്ക്ക് AKPT പ്രഖ്യാപിക്കുന്നു. IOCയുടെ ഡീലർമാർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ഡീലർമാരും ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ ഡീലർമാരും ടെർമിനലിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതല്ല. 900 പമ്പുകളാണ് IOCക്കുള്ളത്. സംസ്ഥാനത്തെ മൊത്തം പമ്പുകളിൽ 50% IOCയുടെയാണ്. അതിനാൽ സമരം അവസാനിച്ചില്ലെങ്കിൽ പെട്രോൾ ഡീസൽ ക്ഷാമം രൂക്ഷമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് കയറിയെന്ന വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ ഓഫീസർ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. സുരക്ഷയുടെ ഭാഗമായി പെട്ടെന്ന് ഓടിക്കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നാണ് വിശദീകരണം. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് പാദരക്ഷ ധരിച്ച് പ്രവേശിച്ചത്. സന്നിധാനത്ത് പാദരക്ഷകൾ ധരിച്ച് സ്പെഷ്യൽ ഓഫീസറും 2 പോലീസ് ഉദ്യോഗസ്ഥരും കയറിയ വാർത്ത വിവാദമായതിനെ തുടർന്നാണ് സ്പെഷ്യൽ ഓഫീസർ തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് സന്നിധാനത്തേക്ക് കയറിയപ്പോൾ സംഭവിച്ച പിശകാണെന്നും അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നതായും സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാർ പറഞ്ഞു. 2 ദിവസം മുമ്പ് നമ്മൾ സെക്യൂരിറ്റി അറേഞ്ച്മെന്റിന്റെ അവലോകനത്തിനായിട്ട് പെട്ടെന്ന് കയറിയ സമയത്ത് യാദൃച്ഛികമായി ഉണ്ടായ
ഒരു പിഴവാണ്. ആ പിഴവ് മൂലം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ SO എന്ന നിലയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്പെഷ്യൽ പോലീസ് ഓഫീസർ രമേഷ് കുമാറും 2 പോലീസുകാരും പാദരക്ഷകൾ ധരിച്ച സന്നിധാനത്ത് കയറിയത്. ഇത് വിവാദമാവുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ഡിസൈനർ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കലവറയായ ജോ ആൻഡ് ഡിസൈൻസിന്റെ ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാടിവട്ടത്ത് പത്മശ്രീ ഭരത് മമ്മൂട്ടി ജോ ആൻഡ് ഡിസൈൻസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം നഗരത്തിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജോ ആൻഡ് ഡിസൈൻസ് മുതൽക്കൂട്ടാകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ചലച്ചിത്ര താരം അമല പോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. തടത്തിൽ ഗ്രൂപ്പാണ് ജോ ആൻഡ് ഡിസൈൻസിന്റെ മുഖ്യ പ്രൊമോട്ടർ. മമ്മൂട്ടിക്കും അമല പോളിനുമൊപ്പം ജോബി ജോർജ് തടത്തിലും മക്കളും ഭദ്രദീപം കൊളുത്തി. ചീഫ് ഡിസൈനറും മാനേജിംഗ് പാർട്ണറുമായ ആൻ മേരി ചെറിയാൻ, ഹൈബി ഈഡൻ MLA, BJP നേതാവ് AN രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.